എന്നോട് ഒരുപാട് ആളുകൾ പറയാറുണ്ട് എങ്ങനെയാണ് എൻ്റെ കമ്പനിയിൽ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ സാധിക്കുക എന്നതാണ്. അപ്പോൾ അതിൻ്റെ മെത്തേഡല്ല ഞാൻ പറയുന്നത്. സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് പ്രീ പ്ലാൻഡ് ആവേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഈ സിസ്റ്റം കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ അതുവരെ വളരെ നല്ല രീതിയിൽ നിന്നിരുന്ന പല ആളുകളും കൊഴിഞ്ഞു പോയേക്കാം. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിന്. കാരണം എന്താ, ഇതുവരെ അവിടെ ഇല്ലാത്തൊരു മെട്രിക്സ് കൊണ്ടുവരാൻ, ഒരു അളവ് പോലും കൊണ്ടുവരാൻ ഇതുവരെ അവർ അളന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഡെയിലി റിപ്പോർട്ടിങ്ങും വീക്ക്ലി റിപ്പോർട്ടിങ് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് സ്ട്രക്ചറുകളും ഇതിൻ്റെ ഫോർമാറ്റും ഇതിൻ്റെ ഡിസ്കഷനൊക്കെ ആയിട്ട് ആദ്യത്തെ ഒരു 10-15 ദിവസം നല്ല ബിസി ആയിരിക്കും. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാനുണ്ടാവും അല്ലേ. അവിടെ ഒരു നമ്മൾ കറക്റ്റായിട്ടൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യണം, അതിനനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ SOP ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ചെയ്യാത്തൊരു കാര്യമാണല്ലോ. അത് ചെയ്തു വരുമ്പോൾ ഒരു മുഷിപ്പ് എന്ത് ചെയ്യും, അനുഭവപ്പെടും. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിന് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതിന് എതിർക്കപ്പെടും. അപ്പോൾ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോട് നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പോവുകയാണ്, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടതിൻ്റെ ആവശ്യകത വരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വേണം നിങ്ങളുടെ കമ്പനിയിൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി എന്ത് ചെയ്യും, തകരും.